ഇനി ആറാം മന്ത്രം. ടീക്ക നോക്കിയോ അതിന്റെ 23-ാമത്തെ പേജില് ടീക്ക. ഉക്താത്മജ്ഞാനസ്യ ഫലം വിധി നിഷേധാതീത ജീവൻ മുക്ത സ്വരൂപേണ അവസ്ഥാനമിത്യാഹ. ജ്ഞാനി ആയിട്ടും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്ത് പറയും? അങ്ങേരാണ് ജീവൻ മുക്തൻ. ജീവതി സതി മുക്ത. ജീവിച്ചിരിക്കെ തന്നെ മുക്തനാണ് ജീവൻ മുക്തൻ. മുക്തനായിട്ടും ജീവിച്ചിരിക്കുന്ന, അങ്ങനെ പറയാം. മുക്തനായിട്ടും ജീവിച്ചിരിക്കുമ്പോൾ ആ വ്യക്തിയെ നമ്മൾ ജീവൻ മുക്ത എന്ന് പറയും. പിന്നെന്ത് പറ്റും? സ്വാഭാവികമായിട്ട് എല്ലാവരും ശരീരം വിടുന്ന പോലെ ജ്ഞാനിയും ശരീരം വിട്ട് കഴിഞ്ഞാൽ വിദേഹമുക്ത എന്ന് പറയും. ദേഹത്തിൽ നിന്നും വിട്ടു കഴിയും. വിദേഹമുക്ത. നമ്മൾ ഈ ഗ്രന്ഥത്തിന്റെ തുടക്കത്തിലെ വ്യാഖ്യാനത്തിന് അധികാരം ആർക്കാണെന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? സോഹം ദേഹദ്വയി സാക്ഷി എന്ന ടീക്കയിൽ ഒരു ശ്ലോകം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അജ്ഞാനം നഷ്ടപ്പെട്ട വ്യക്തി മാത്രമാണ് വ്യാഖ്യാനത്തിന് അധികാരി എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നത്. സോഹം ദേഹദ്വയി സാക്ഷി. പിന്നെന്തായിരുന്നു? ദേഹതദ്ഗുണൈഹി, ദേഹത്തിലെ ഗുണങ്ങളുമായിട്ട് എനിക്ക് സംബന്ധമില്ലാന്നും പറഞ്ഞിരുന്നു. വർജിതോ ദേഹതദ്ഗുണൈഹി ഏനാത്മന പരണിശ വ്യാപ്തം വിശ്വമശേഷതഃ സോഹം ദേഹദ്വയി സാക്ഷി. അല്ലെങ്കിൽ എന്ത് വേണം? ദേഹത്രയീ ആയിരിക്കാണ്. 3 ദേഹത്തോട് കൂടിയായിരിക്കുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും 3 ദേഹമുണ്ട് അല്ലെ? ഉണ്ടോ? നല്ലൊരു ദേഹമാണോ? 3 ദേഹം. 3 ദേഹത്തില് അഭിമാനം ഉണ്ടോ? അല്ല, ഒരു ദേഹത്തിലാണോ? ഈ സ്ഥൂല ദേഹത്തിൽ മാത്രമാണ് അഭിമാനം, അല്ല 3 ദേഹത്തിൽ അഭിമാനം ഉണ്ടോ? 3 ദേഹത്തിലും അഭിമാനമുണ്ട്. 3 ഞാൻ കാണുന്നു എന്ന് പറയുന്നപ്പോൾ കണ്ണിലൂടെ കണ്ടിട്ട് ഞാനും കണ്ണുമായിട്ടുള്ള താതാത്മ്യം കൊണ്ടാണ് ഞാൻ കാണുന്നു എന്നുള്ള ബോധം ഉണ്ടായത്. ഇത് ആ ലിംഗശരീരത്തിന്റെ ഭാഗമാണ് കണ്ണ്. പ്രാണൻ, ഇവിടെ എല്ലാ സ്ഥലത്തും അഭിമാനമുണ്ട്. അതേപോലെ അജ്ഞാനത്തെ പ്രകാശിപ്പിച്ചും കൊണ്ട് സാക്ഷിഭാവത്തിലിരിക്കുമ്പോൾ അവിടെയും അവന് എന്തുണ്ട്? കാരണ ശരീരത്തിൽ അഭിമാനം. ശരിക്ക് ഈ സ്ഥൂല ശരീരത്തിൽ അഭിമാനം ഉള്ളതുപോലെ ഒരു അഭിമാനം സൂക്ഷ്മ ശരീരത്തിൽ വരുന്നില്ല. സ്ഥൂല ശരീരത്തിൽ അഹം എന്ന് നമ്മൾക്ക് ഈ സ്ഥൂല ശരീരത്തിൽ ബോധമുണ്ട്. അങ്ങനത്തെ ഒരു ബോധം കണ്ണിൽ ഞാനാണ് കണ്ണ്, ഞാനാണ് മൂക്കുന്ന ബോധമൊന്നുമില്ലല്ലോ. പക്ഷെ കണ്ണിലൂടെ കാണുന്നേരം ഞാൻ കാണുന്നു, ഞാൻ അറിയുന്നു എന്നൊക്കെ ബുദ്ധിയേ ഉള്ളൂ. പക്ഷേ നിങ്ങളുടെ മാണ്ഡൂക്യോപനിഷത്തില് വിശ്വ വിരാടുകളെ ഏകത്വം പറയുന്നിട്ട് അതിന്റെ അടുത്ത സ്റ്റെപ്പില് തൈജസനും ഹിരണ്യഗർഭനും തമ്മിൽ ഏകത്വമുണ്ട്. ഹിരണ്യഗർഭനായിരിക്കട്ടെ സകല സൂക്ഷ്മ ശരീരത്തിലും അഭിമാനിച്ചിരിക്കുന്നവനാണ്. അതുകൊണ്ട് വിശ്വന് സൂക്ഷ്മ ശരീരത്തിൽ അഭിമാനമുണ്ട്. തിരിച്ച് ഇങ്ങനെയും കൊണ്ടുവച്ച് അന്വയിക്കും. അങ്ങനെയാണെങ്കിൽ കാരണശരീരത്തിൽ ആർക്ക് അഭിമാനമുള്ളത്? അത് ശരിക്കും ഈശ്വരന് കാരണശരീരത്തിൽ അഭിമാനമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഹിരണ്യഗർഭന് പെടുന്ന അഭിമാനമുള്ളത് ജ്ഞാനിയല്ലേ ഹിരണ്യഗർഭൻ. അതും ശരിയാണ്. അതുകൊണ്ട് ഇത് എങ്ങനെ ഒത്തുവെപ്പിച്ച് കെട്ടിയാലും സ്ഥൂല ശരീരത്തിൽ അഭിമാനം പോലെ കിട്ടത്തില്ല. പിന്നെ പറ്റുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മൾ തത്തത് ഇന്ദ്രിയങ്ങളിലൂടെ വിഷയത്തെ ഗ്രഹിക്കുമ്പോൾ ഞാൻ ഗ്രഹിക്കുന്നു എന്ന് കണ്ണുമായിട്ടും മൂക്കായിട്ടൊക്കെ താതാത്മ്യം വന്നും കൊണ്ടാണ് ഗ്രഹണം നടന്നത്. അതുകൊണ്ടുള്ള താതാത്മ്യം മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ മാണ്ഡൂക്യത്തിൽ ആദ്യം പറഞ്ഞ രീതിയിൽ എഴുതിയത് നമ്മളെ മലയാളം വ്യാഖ്യാനത്തിലെ അങ്ങനെ പലതും ചെയ്യാം. ഒരു അവസരത്തിനനുസരിച്ച് നമ്മൾ വ്യാഖ്യാനിച്ച് പോകുന്നവരും ഏത് മൂഡിലാണോ ഉള്ളത് അത് നിങ്ങൾക്ക് വായിക്കാൻ കിട്ടും. അത്രയാണ്. അപ്പോൾ പറയാണ് ഉക്ത ആത്മജ്ഞാനസ്യ, ഈ പറയപ്പെട്ടിരിക്കുന്ന ആത്മജ്ഞാനം. എന്താ പറയപ്പെട്ട ആത്മജ്ഞാനം? അതാദ്യം മനസ്സിലാക്കണം. പറയപ്പെട്ട ആത്മാ അത് വിഷയജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്തർത്ഥം കിട്ടും? ഏതൊരു ആത്മജ്ഞാനത്താലാണോ വിദ്വാൻമാർ മുക്തരായത്, മുച്യതേ തേന ആത്മഹനഹ എന്ന് 17-ാം നമ്പർ പേജിൽ പറഞ്ഞിട്ടുണ്ട്. ആ ആത്മജ്ഞാനം ഉണ്ടല്ലോ, ആ ആത്മജ്ഞാനത്തിന് ഫലമുണ്ടോ? ആ ആത്മജ്ഞാനത്തിന് ഫലമുണ്ട്. ആത്മജ്ഞാനത്തിന് ഫലമുണ്ടെങ്കിൽ ആ ഫലത്തിന് കാരണമായിട്ടൊരു ആത്മജ്ഞാനം ഉണ്ട്. നിങ്ങൾ അടുത്ത ദിവസത്തെ അദ്വൈസിദ്ധിയിൽ ഈ പ്രസംഗം തീർക്കും. പ്രതികൂല തർക്ക നിരാസ പ്രസംഗ സ്ഥലത്ത് ഇതിനെ കാണാൻ പറ്റും. ചെറിയൊരു ചിക്കുരതിന്റെ നടത്തവിടെ. അത് പക്ഷെ ഹിന്ദി ക്ലാസ് ആയിപ്പോയി, മലയാളം ക്ലാസ് നമ്മളങ്ങ് നിർത്തിയതിന്റെ. പിന്നെ ഫലം എന്താ? വിധി നിഷേധ അതീത ജീവൻ മുക്ത സ്വരൂപണ അവസ്ഥാനം. അപ്പൊ ഫലം ഇത്രയേ ഉള്ളൂ. ജീവൻ മുക്ത സ്വരൂപത്തിൽ ഇരിക്കാം.
എപ്പോൾ വരെ? വിധി നിഷേധം. വിധി നിഷേധ അതീതമായിരിക്കുന്ന ജീവൻ മുക്താവസ്ഥയിൽ ഇരിക്കാം എന്നുള്ളതാണ് ഈ ജ്ഞാനത്തിന്റെ ഫലം. അതായത് ജീവൻ മുക്തനെ സംബന്ധിച്ച് ശാസ്ത്രവിധി സമ്പന്നമല്ല എന്നർത്ഥം. ചെയ്യണമെന്നും പറയാൻ പറ്റത്തില്ല, ചെയ്യരുത് എന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് വിധിയുമില്ല അവിടെ, നിഷേധവുമില്ല. നിഷേധവാക്യം അവിടെ പ്രാബല്യത്തിൽ വരുന്നില്ല, വിധിവാക്യവും പ്രാബല്യത്തിൽ വരുന്നില്ലെങ്കിൽ ജ്ഞാനിയെ സംബന്ധിച്ച് വേദം വ്യർത്ഥമാണോ? വ്യർത്ഥമാണ്. പങ്ക്തി പഠിപ്പിച്ചിരുന്ന ഓർമ്മ കിട്ടിയിരുന്നു, ഇതൊക്കെ പണ്ട് പഠിപ്പിച്ചതാണ്. ജ്ഞാനിയെ സംബന്ധിച്ച് വേദം വ്യർത്ഥമാണ്. അജ്ഞാനിയെ സംബന്ധിച്ച് വേദം വ്യർത്ഥമാണോ? അജ്ഞാനിക്ക് ജ്ഞാനം ഉണ്ടായിട്ടില്ല, പിന്നെ വേദം കൊണ്ടത്തെ ജ്ഞാനത്തിന് ഉപകരിക്കും, സംഭവം ശരിയാ. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെടാത്തവനെ സംബന്ധിച്ച് അത് അപ്പോഴും വ്യർത്ഥം. ജ്ഞാനത്തിന് ഉപകരിക്കും. അതായത് ജ്ഞാനം ജനിപ്പിക്കുന്ന ആരാ? പ്രമാണമാണ്. ഏത് പ്രമാണം? ഐക്യബോധക പ്രമാണം. ഐക്യം ബോധിപ്പിക്കുന്നത് ഏത് വഴിയാ? ശബ്ദം വഴി. ഏത് ശബ്ദം? വൈദിക ശബ്ദം. അതുകൊണ്ടാണ് വേദം പ്രമാണമായിട്ടിരിക്കുന്നത്. വേദത്തിന്റെ അർത്ഥം തന്നെ അധികാരിണ പ്രമിതി ജനകോ വേദ എന്നാണ്. അധികാരിക്ക് പ്രമിതി എന്ന് പറയാ, പ്രമാ എന്ന് പറയാ യഥാർത്ഥ ജ്ഞാനം. അതിന് ജനിപ്പിക്കുന്നത് ഏതാണോ അതാണ് വേദം. വേദത്തിൽ നിന്ന് അധികാരിക്ക് മാത്രം കേട്ടോ, അനധികാരിക്കില്ല. എന്നാണോ ഈ ശബ്ദത്തിൽ നിന്ന് ബോധം ഉണ്ടാവുന്നത് അന്നാണ് അധികാരി. ബാക്കിയെല്ലാം അധികാരിത്വത്തിന്റെ ആഭാസം മാത്രമാണ്. പക്ഷെ ഇത് പഠിക്കാതൊരിക്കലും ബ്രഹ്മാകാര വൃത്തിയിൽ എത്താനും പോകുന്നില്ല, അതാരും കരുതണ്ട. ചിലർക്ക് വേദം പ്രമാണം, അതായത് വേദത്തിലൂടെ വേദവാക്യത്തിലൂടെ ബോധം കിട്ടും. ഞങ്ങൾക്ക് തലകുത്തി നിന്നാ ബോധം കിട്ടും, അങ്ങനെയുണ്ടോ? ഞങ്ങൾ വേറെ പ്രസ്ഥാനക്കാരാണ്, ഞങ്ങൾ കുണ്ടലിനിക്കാരാണ്. ഞങ്ങൾ മൂട്ടിൽ തീ കൊടുത്തു കഴിഞ്ഞാല് ശരിയേ, കുണ്ടലിനി പാമ്പ് തലയിൽ കയറിയിട്ട് പരമാത്മാവിനെ കാണും, പറയത്തില്ലേ? സംഭവമൊക്കെ കൊള്ളാം വർമ്മ സാറേ, അതേപോലെയാ സംഭവം, കേൾക്കാനൊക്കെ കൊള്ളാം. ഞാനായിട്ടല്ലേ, എത്ര ആള് പറഞ്ഞാലും ഈ വേദാന്തം പഠിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ, ഭിന്നമാർഗം സ്വീകരിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ, ഭിന്നമാർഗികളാണ്, ഭിന്നമാർഗ കൂടുതലുള്ളൂ. അതുകൊണ്ട് തന്നെ എതിർപ്പ് ശക്തമായിരിക്കും. ഇന്നലെ രാത്രി അല്ലേ, സുവേന്ദു അധികാരിയുടെ ഏടിനെ വെടിവെച്ച് കൊന്നു കളഞ്ഞു. ഇതിലും വലിയ പ്രശ്നമായിരിക്കത്തില്ലേ ശങ്കരേടൻ വന്നിട്ട് കേരളത്തിൽ വന്നപ്പോ ഉണ്ടായിട്ടുണ്ടാവുക? ആണ്. എതിർത്തിട്ട് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത അദ്വിതീയ വേദാന്തമാണ് ദ്വൈതത്തിന്റെ ഈറ്റില്ലമായിരിക്കുന്ന കേരള ജനതയോട് അങ്ങനെ പറയുന്നത്. അപ്പൊ എത്രമാത്രം റിസ്ക് എടുത്തിട്ടുണ്ടാവും ആ വ്യക്തിയിൽ നിന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം തന്നെ ശക്തമായിട്ട് സ്റ്റാൻഡ് എടുക്കുന്ന നേരം ബാക്കിയുള്ള ആൾക്കാർ നമ്മളെ വിടുവോ? വിടത്തില്ല. അദ്വിതീയ വേദാന്ത പ്രതിപാദക വാക്യം മാത്രമേ പ്രമാണമുള്ളൂ, ബാക്കി ഒന്നുകൊണ്ട് രക്ഷപ്പെടത്തില്ല എന്ന് പറഞ്ഞാൽ ഒറ്റ ഗ്രൂപ്പീസ് ആയിരിക്കും. ടീക്കേ, ഇവനാള് ശരിയില്ല, ഇവൻ പറയുന്നതാണ്, ഇവനാണ് അപകടകാരി, ബാക്കിയെല്ലാവരും ശരിയാ. അന്നപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ശങ്കരാചാര്യരുടെ കാലത്ത് അങ്ങേർക്ക് എന്തൊക്കെ പ്രശ്നം പരിവട്ടുണ്ടായിരിക്കും. തടി കഴിച്ചിലാക്കി പോകാൻ വേണ്ടിയിട്ട് എവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെ. അവിടെയും ഒരു കഥയിലേ, ഒറിജിനലാണെന്ന് അറിയത്തില്ല, ഈ ഒരു ഇതുണ്ടല്ലോ, താന്ത്രികൻ അങ്ങേരെ സമീപിക്കുന്നുണ്ടല്ലോ. കാരണം ഇത്രയും ശ്രേഷ്ഠമായ വ്യക്തിയുടെ തല കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഉപകാരമുണ്ട്. ജഗത്ത് മിഥ്യയായി കഴിഞ്ഞാൽ തല കൊണ്ട് എന്താക്കാനാ? എനിക്ക് തല കിട്ടിക്കഴിഞ്ഞാലിട്ട് ഉപകാരമുണ്ട്. ദേവിയെ പ്രീതിപ്പെടുത്താൻ പറ്റിയ തല, പ്രീതിപ്പെടാൻ പറ്റിയ ദേവി. ടീക്കേ, മനസ്സിലാവുന്നുണ്ടോ? ടീക്കേ, ഒരു തലയില് ചില പൂച്ചകൾ മത്തിത്തലയില് തൃപ്തരാവെന്ന് പറഞ്ഞ പോലെയാണ് ദേവി ആട്ടും തലയിൽ തൃപ്തയാവും. അപ്പോൾ ഒരു തല കൊണ്ട കൊടുത്തിട്ട് തൃപ്തനാക്കാൻ ശ്രമിക്കുന്ന ആള്, തല കൊടുക്കാനായിട്ട് നിൽക്കുന്ന ആചാര്യനും തല നീ കൊണ്ടുവിടുന്നുള്ളതിൽ അറിയാലോ കഥ. അതില് രക്ഷപ്പെടുത്തിക്കൊണ്ടിരുന്ന ശിഷ്യൻ രക്ഷപ്പെടുത്തുന്നതാണ്, പക്ഷെ അങ്ങനെ പാടില്ലല്ലോ. അപ്പൊ ശിഷ്യന്റെ ദേവത രക്ഷപ്പെടുത്തുന്നാക്കിയിട്ട് മാറ്റും. നമ്മളെല്ലാം എടുത്തിട്ട് ദേവതയുടെ തലയിൽ കൊടുക്കും, ക്രെഡിറ്റ് നമ്മളൊന്നും എടുക്കത്തില്ല എല്ലാം. ടീക്കേ, പത്മവാദരെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരുന്നതാണ്. പത്മവാദര് പണ്ടത്തെ കളരിയായിരുന്നു. ഇല്ലായിരുന്നു എങ്കിൽ ശങ്കരേട്ടൻ വിവരം അറിഞ്ഞാണ്. അതാണ് താന്ത്രികന്മാരെ കൂടെ നടക്കുന്നത് ശ്രദ്ധിച്ചോന്ന് പറഞ്ഞേ. എപ്പം തല പോയി വെച്ചാൽ മതി. ഈ തല കൊണ്ട് നാട്ടുകാർക്ക് ഉപകാരമില്ല,
വീട്ടുകാർക്ക് ഉപകാരമില്ല, എനിക്കാണ് കേട്ടോ ഉപകാരമുണ്ട് താനും. അപ്പോ പറയാണ് വിധിയുമില്ല ജ്ഞാനിക്ക്, അതായത് വേദം ജ്ഞാനിയോട് ഇന്നത് ചെയ്യണമെന്ന് വിധിക്കാനും പറ്റത്തില്ല, ഇന്നത് ചെയ്യേണ്ടെന്ന് നിഷേധിക്കാനും പറ്റത്തില്ല. അതെന്തുകൊണ്ടാ വിധി നിഷേധ അതീതനായി പോകുന്നത്? ആ സ്വാമിജി, ജീവൻ മുക്തന് പിന്നെ ജഗത്തും ഇല്ല, മിഥ്യയായ ജഗത്തിൽ പിന്നെ എന്ത് വിധി, എന്ത് നിഷേധം? എന്തുകൊണ്ടാ അങ്ങനെ സംഭവിച്ചെന്ന് പറ. അധിഷ്ഠാനത്തിന് ബോധിക്കപ്പെട്ടില്ലേ, പിന്നെ എന്തിനാ, പിന്നെ എന്താ പ്രശ്നമുള്ളത്? ബോധിക്കപ്പെട്ടിട്ട് വല്ലാത്തൊരു പ്രയോഗമല്ലോ. അധിഷ്ഠാനത്തിന്, അധിഷ്ഠാനത്തിനൊന്നും പറ്റത്തില്ല, അധിഷ്ഠാനം ബോധിക്കപ്പെട്ടു. അധിഷ്ഠാനം അതുകൊണ്ടത് ബോധിക്കപ്പെട്ടു. സംഭവിച്ചു. കർമ്മത്തിൽ അധികാരമില്ല ജ്ഞാനിക്ക്. പിന്നെ എനിക്ക് എന്തുകൊണ്ടാ കർമ്മത്തിൽ അധികാരം നഷ്ടപ്പെട്ടു പോയത്? നിങ്ങൾ എടുത്തു കളഞ്ഞാണോ അധികാരം? ജ്ഞാനിയായപ്പോ ജ്ഞാനിയായപ്പോ എന്ത് സംഭവിച്ചു? അധികാരത്തെ നഷ്ടപ്പെടാനുള്ള കാരണം എന്താന്ന് പറ. ജ്ഞാനം ആരാണ് അധികാരി? അത് പറഞ്ഞാൽ മതി. ജ്ഞാനിയാണ് അധികാരി. ജ്ഞാനിയാണ് അധികാരി. അല്ല, കർമ്മമില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ വിധിയും നിഷേധവും എന്തുകൊണ്ട് ജ്ഞാനിയിൽ വരത്തില്ല എന്നാ ചോദ്യം. ആരിലാണ് ഈ വിധിയും നിഷേധവും വരുന്നത്? സ്വർഗ കാമൻ. അപ്പൊ സ്വർഗ കാമൻ യാഗം നടത്തൂ എന്ന് വിധിക്കുകയാണ്. ഇല്ലാത്തതുകൊണ്ടല്ലേ? അതായത് സ്വർഗ കാമോ എന്ന് പറയാൻ കാമനയല്ലേ കാരണം. വിധിയുള്ളത് കൊണ്ടൊന്നല്ല ശരിക്ക് ഒരാൾ വ്യവഹരിക്കുന്നത്. ജ്ഞാനിയെ സംബന്ധിച്ചും ശാസ്ത്രത്തിൽ എന്താ അവിടെ വിധി കിടക്കുന്നില്ലേ? ഈ ഇച്ഛയില്ലാത്തവരെ സംബന്ധിച്ചും വിധി എവിടെ ഇല്ലേ? ജ്ഞാനി വിടുക, സ്വർഗത്തിൽ പോകാൻ ഇച്ഛയില്ല, അവനെ യാഗം ചെയ്യിപ്പിക്കുകയോ വിധിവാക്യം? ഇല്ല, ഇല്ല. വിധിവാക്യം അവനെ യാഗം ചെയ്യിപ്പിക്കണമെങ്കിൽ അവരിൽ എന്ത് വേണം? ഇച്ഛ വേണം, കാമന വേണം. ആ കാരണം അതിന്റെ വാക്യം നോക്കിയാൽ മതി. സ്വർഗ കാമോ യജേതാന്നാ. അപ്പൊ സ്വർഗത്തിൽ കാമനയുള്ളവൻ ആരാണ്? അവനാണ് സ്വർഗ കാമഹ. അവൻ യാഗം നടത്തട്ടെ എന്ന് പറയുന്നത്. അപ്പൊ യാഗം നടത്താനുള്ള കാരണം കാമനയാണ്. കാമനയില്ലെങ്കിൽ യാഗം നടത്തൂല. ശരിക്കേ? അപ്പൊ കർത്തൃത്വം നഷ്ടപ്പെട്ടു പോയ ഞാനവിടെ കർത്താവാണെന്ന് മാനിക്കുന്നില്ല. അതുപോലെ ആ ജ്ഞാനിയില് കാമന ഇല്ലാത്തത് കൊണ്ട് കർമ്മോട്ട് ചെയ്യാനും പോകുന്നില്ല. കർത്തൃത്വം ഇല്ല, കാമനയില്ല, രണ്ടെണ്ണമാണ്. അതുകൊണ്ട് തന്നെ വിധിജന്യമായിരിക്കുന്ന ഒരു കർമ്മവും നടക്കത്തില്ല. നിഷേധവാക്യജന്യമായിരിക്കുന്ന പിന്തിരിയൽ നടക്കുവോ? അതും നടക്കത്തില്ല. മനസ്സിലായോ? അവിടെ ഒരു വ്യക്തി കർത്താ നിലനിൽക്കുന്നില്ല. ഇവിടെ ഇച്ഛയല്ല, കർത്തൃത്വം ഇല്ല. കർത്തൃത്വം ഇല്ലാത്തത് കൊണ്ട് തന്നെ നിഷേധിക്കാൻ പറ്റത്തില്ല. അപ്പൊ ജ്ഞാനി കർമ്മം ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇല്ല. അത് നിങ്ങൾ കാണുന്നവൻ ആരോപിക്കുക മാത്രമാണ് ജ്ഞാനിയില്. അങ്ങനെയാണ്. നിങ്ങൾ മാത്രമല്ല, വേറെ പലരും അതിന്റെ ചോദ്യം ഉന്നയിക്കട്ടെ. എന്ന് ഞങ്ങളുടെ വേറെ ക്ലാസ്സിൽ എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നുള്ള ചോദ്യമാണിത്. എന്താണ്? ഹി ഓർ ഷീ സ്റ്റിൽ സ്പീക്കിംഗ്, വാക്കിംഗ്, സ്ലീപ്പിംഗ് എക്സെട്ര ഡൂയിങ് വിത്തൗട്ട് ആബ്സെൻസ് ഓഫ് ഡുവർഷിപ്പ്. ഡുവർഷിപ്പ് ഇല്ലാതെ, കർത്തൃത്വം ഇല്ലാതെ ചെയ്യുകയാണ് എന്നാണല്ലോ നമ്മളിത് സാമാന്യമായിട്ട് പറയാം. അതും ശരിയാണ്. പക്ഷെ അതിന് വേറൊരു വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ എന്ത് പറയാം? അവിടെ ഒരു ക്രിയ നടക്കുന്നില്ല, പക്ഷെ നമ്മൾ സൂപ്പർ ഇമ്പോസ് ചെയ്യുക മാത്രമാണ്. അപ്പോൾ ഏതോ ഒരു അജ്ഞാനി ജ്ഞാനിയിൽ കർമ്മത്തെ ആരോപിക്കുന്നു എന്നല്ലാതെ ജ്ഞാനി ബ്രഹ്മസ്വരൂപമായതുകൊണ്ട് അവിടെ ഒരു ക്രിയ നടക്കത്തില്ല. ഇതെന്തിനാ ഞാൻ ഇങ്ങനെ ആൻസർ കൊടുക്കുന്നത്? അതായത് കർത്തൃത്വമൊന്നും ഇല്ല കേട്ടോ, ഞാനിങ്ങനെ ചെയ്യും. ഈ വാക്യം അപകടകരമായ വാക്യമാണിത്. മനസ്സിലാവുന്നുണ്ടോ? സകല സോക്കോള് കുടുക്കന്മാരുടെ വായിന്ന് വരുന്ന സാധനമാണ് ഇത് ഗംഗയാണ്. ഡട്ടി ഗംഗ. ഇതിങ്ങനെ ഫ്ലോ വന്നുകൊണ്ടിരിക്കും. ഞാനൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് കാണുന്നവർക്ക് തോന്നുന്നത് മാത്രമാണ് മക്കളെ. ചെയ്യുകയും ചെയ്യും, നാട്ടിലെ മൊത്തം വ്യവഹാരം ചെയ്യുകയും ചെയ്യും, പറയും ഞാനൊന്നും ചെയ്തിട്ടില്ല. അല്ല, അങ്ങനെ പറയാൻ വേണ്ടി അങ്ങനെ നിൽക്കത്തില്ല. അതാണ് പ്രശ്നം. ഞാനൊരിക്കലും സർട്ടിഫിക്കറ്റ് ആയിട്ട് വരത്തില്ല. കണ്ടോ, ക്രിയ ചെയ്യാനുള്ള ശേഷി എനിക്കില്ല, നിങ്ങൾ ഇതിൽ ആരോപിക്കുകയാണ്, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇവനെ കഴിവില്ല എന്ന്. ഇതുമായിട്ട് വരത്തില്ല. വരുന്നുണ്ടെങ്കിൽ പക്ക അജ്ഞാനിയെന്ന് മനസ്സിലാക്കിയോ. അതുകൊണ്ടാണ് നമ്മൾ വേറെ വ്യൂ കാണിച്ചത്. അവിടെ ഒരു സംഭവം ക്രിയ നടക്കുന്നില്ല. കാണുന്നവൻ ഇത് ശരിക്കും 3-4 വകുപ്പായിട്ട് മാറും. അത് പ്രാരബ്ധാനുസാരം കർമ്മം നടക്കുന്നു എന്നോ, ഇനി പ്രാരബ്ധമില്ലാഞ്ഞിട്ടും പ്രാരബ്ധം നിലനിർന്നിട്ട് പ്രാരബ്ധത്തിന്റെ കാരണമായിരിക്കുന്ന ലേശാജ്ഞാനം നിലനിർത്തിക്കൊണ്ട് ക്രിയ നടക്കുന്നു എന്നോ, മൂന്നാമത്തത് പ്രാരബ്ധമില്ല, ലേശാജ്ഞാനം ഇല്ല, ബ്രഹ്മസ്വരൂപത്തിൽ ക്രിയയില്ലാത്തതുകൊണ്ട് ജ്ഞാനിക്കും ക്രിയയില്ല,
കാണുന്നവൻ ആരോപിക്കുകയാണ് ജ്ഞാനിയിൽ ക്രിയ. ഇങ്ങനെ 3 രീതിയിൽ ഇതിനെ കൊണ്ടുപോകാം. എന്താ ഇവിടുത്തെ പ്രശ്നം? ജീവൻ മുക്ത സ്വരൂപത്തിൽ ഇരിക്കും. ആരാ ജീവൻ മുക്തൻ? തത്വബോധത്തിൽ ജീവൻ മുക്തനെ കുറിച്ച് എന്താ പറഞ്ഞേ? എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇതൊക്കെ ഓർത്ത് വെക്കലാണ് നമ്മളെ പണി. അത് അവസാനം ഫലം പറയാണ്. ശുഭജസ്യ ഗൃഹേഥവ എന്ന് പറഞ്ഞിട്ട്. അതിന് മുന്നേ എന്താണ് സ്ഥിതി എന്ന് പറയുന്നുണ്ട്. മുക്തോസോ വിഗതജ്വര എന്ന് അവിടെ കാണാം. സകല സന്താപങ്ങളും അകന്നിരിക്കുന്ന മുക്തനാണിങ്ങേർ. സ്വന്തം പ്രാരബ്ധാനുസാരം വന്നു ചേരുന്നത് മാത്രം ഭോഗിച്ചും കൊണ്ട് കാലക്ഷേപം ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണത്. അപ്പോൾ പോലും അയ്യോ കഷ്ടപ്പാടാണേ എന്നില്ല. ജീവിച്ചിരിക്കാനും മരിക്കാനും ആഗ്രഹമില്ലാത്ത വ്യക്തിയാണ് ഈ ജ്ഞാനി. എന്തുകൊണ്ടാ? തന്നിൽ ഈ ജഗത്തുണ്ടെങ്കിലല്ലേ തനിക്ക് ജീവിച്ചിരിക്കുക എന്നുള്ളൊരു പ്രസംഗമുള്ളൂ. തന്നെ ഈ ജഗത്ത് ബാധിക്കുന്നുണ്ടെങ്കിലല്ലേ ഈ ബാധയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മരണം എന്നുള്ളത് വരത്തുള്ളൂ. 2 രീതിയിലും വരാത്തത് ജഗത്ത് അങ്ങേർക്ക് ബാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ആ ജഗത്ത് ബാധിക്കുന്നില്ലെങ്കിൽ ഇത് പറയാൻ പറ്റുമോ? എന്ത് ഡുവർഷിപ്പ് ഞാൻ മാറ്റി വെച്ചിട്ട് ഞാൻ ചെയ്തോളാം, പിന്നെ കുറച്ചു നേരം ഡുവർഷിപ്പ് എടുത്ത് താഴെ വെക്കും, പിന്നെ കർമ്മം ചെയ്യും, ഇതിനെടുത്ത് ഡുവർഷിപ്പ് എടുത്ത് തലയിൽ വെക്കും. ഇങ്ങനെയൊന്നല്ലല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഭാഷ്യത്തിൽ കയറാം. ഉക്തജ്ഞാനസ്യ ഫലം, ഈ പറയപ്പെട്ട ജ്ഞാനം ബ്രഹ്മവസ്തുവിന്റെ ജ്ഞാനത്തിന്റെ ഫലമാണ് ജീവൻ മുക്താവസ്ഥ. ആ ജീവൻ മുക്തനെ സംബന്ധിച്ച് വിധിയുമില്ല നിഷേധമില്ല, രണ്ടും അതീതമായിരിക്കുന്നത്. വിധി നിഷേധ അതീത ജീവൻ മുക്ത സ്വരൂപത്തിലുള്ള അവസ്ഥാനമാണ് ഈ ജ്ഞാനത്തിന്റെ ഫലം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മന്ത്രം കാണാൻ യസ്തു, ഭാഷ്യത്ത് കാണും യസ്തു, അത് പ്രതീകം എടുത്ത് കാണിച്ചതാണ്. അതുകൊണ്ട് മന്ത്രം യസ്തു സർവാണി ഭൂതാന്യാത്മന്നേവാനു പശ്യതി സർവഭൂതേഷു ചാത്മാനം തതോ ന വിജുഗുപ്സതേ. ചൊല്ല്. സർവാണി ഭൂതാനി ആത്മന്യേവാനുപശ്യതി സർവഭൂതേഷു ചാത്മാനം തതോ ന വിജുഗുപ്സതേ. ഇത് ചൊല്ലുന്നേരെ നമുക്കിതിനെ യസ്തു സർവാണി ഭൂതാനി എന്ന് പദച്ഛേദം നടത്താൻ, ശ്ലോകം ചൊല്ലുന്നേരം പദച്ഛേദം നടത്താൻ നമ്മൾക്ക് അവകാശമില്ല. ഛന്ദസ്സിന് ഭംഗം നേരിടും. ഋഷിമാരെങ്ങനെ എഴുതി വെച്ചോ അങ്ങനെ വായിക്കാനേ അവകാശമുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഗീതാ ശ്ലോകം ചൊല്ലുന്നേരെ അശ്വത്ഥമേനം സുവിരൂഢമൂലം, പിന്നെന്താ അസംഗശസ്ത്രേന ദൃഢേന ചിത്വ എന്ന് ചൊല്ലരുത്. ഇവിടെ പദം മുറിച്ചു കഴിഞ്ഞാൽ ഒരു വർണ്ണം ഇരട്ടിക്കും. അശ്വത്ഥമേനം സുവിരൂഢമൂല മസംഗശസ്ത്രേന ദൃഢേന ചിത്വ, ഇങ്ങനെയാ പോവുക. പക്ഷെ ഇതില് അതെങ്ങനെയാ? മസംഗശസ്ത്രം അസംഗശസ്ത്രം അല്ലേ? മസംഗശസ്ത്രം എന്ന് പറഞ്ഞ അങ്ങനത്തെ ഒരു ശസ്ത്രം ഉണ്ടോ? അങ്ങനെയല്ല അതിന്റെ സ്ഥിതി. നമുക്ക് ചൊല്ലുന്നേരം ചൊല്ലാൻ അവകാശമില്ല എന്നുള്ളതാണ്. അതായത് അതിന്റെ വർണ്ണം കൂടിയാലും കുറഞ്ഞാലും എന്ത് പറ്റും? ഛന്ദസ്സിന് ലോപം സംഭവിക്കും. ഋഷി എഴുതിയ ഛന്ദസ്സിലെ നമുക്ക് ചൊല്ലാൻ പാടുള്ളൂ, മീറ്റർ മാറ്റാൻ പാടില്ല. ഛന്ദസ് സെയിം ആയിരിക്കും. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും ശ്രദ്ധിക്കണം. അതിപ്പോ ഗീതാ ശ്ലോകം ചൊല്ലുമ്പോൾ പോലും ഗീതയിൽ അങ്ങനെ കുറെ സ്ഥലമുണ്ട്. അസംഗശസ്ത്രേണല്ല, മസംഗശസ്ത്രം തന്നെയാ വരിക. അശ്വത്ഥമേനം, അശ്വത്ഥ. ഹിന്ദിക്കാര് ചൊല്ലെന്താന്നോ? അശ്വത്ഥമേനം. സകാരം ഒഴിവാക്കാൻ അവർക്ക് ഇവിടെ ഓരോ ഭാഷക്കാർക്കും ഓരോ പ്രശ്നം പരിവട്ടമുണ്ട്. ഡയലക്റ്റിക്കൽ ചേഞ്ചിന്റെ ബുദ്ധിമുട്ടാണത്. കൽക്കട്ട എന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ കൊൽക്കത്ത എന്നാക്കി സ്ഥാനത്തെ. അവസാനം നമ്മൾ കേരള വേണ്ട കേരളം എന്നാക്കണം പറഞ്ഞ് ഞങ്ങൾ കേരളവും ആക്കി. ആ ഒരു വന്നപ്പോ എന്തൊരു സുഖം ഉണ്ടെന്നോ. പണ്ടെന്തൊരു ദാരിദ്ര്യായിരുന്നു. യസ്തു സർവാണി ഭൂതാനി ആത്മന്നേവ അനുപശ്യതി. യഹ അനുപശ്യതി. അനു എന്ന് പറയുന്ന അർത്ഥം പശ്ചാത്. ഏതിന് പശ്ചാത്തായിരിക്കും ഇവിടെ? ആത്മജ്ഞാനത്തിന് പശ്ചാത് ശേഷം. അല്ല, അനുപശ്യതി എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്നർത്ഥം. അത് ഏതിൽ നിന്ന് കിട്ടിയതാണ്? ശ്രവണ മനന നിധിധ്യാസനങ്ങളിൽ നിന്നും. ആ ശ്രവണ മനനത്തിന് കാരണം എന്തായിരുന്നു? ഗുരുപദേശം. അപ്പോൾ അനു എന്ന് പറയാൻ ഗുരുപദേശാനന്തരം. പശ്യതി ജാനാതിനെ അർത്ഥമുള്ളൂ. കാണുന്നു എന്നുള്ളതിന് അറിയുന്നു അർത്ഥം എടുക്കുക. യഹ അനുപശ്യതി. യഹ ആരാണോ ഗുരു ഉപദേശാനന്തരം അറിയുന്നത്. എന്താണ് അറിയുന്നത്? സർവാണി ഭൂതാനി ആത്മനി ഏവ. സകല ഭൂതങ്ങളെയും തന്നിൽ തന്നെ അറിയുന്നത്. അതായത് തന്നിൽ നിന്ന് ഭിന്നമായിട്ട് ഈ ഭൂതങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ മാത്രമാണ് തന്നിൽ ഈ ഭൂതങ്ങൾ അറിയുന്നത്.
എല്ലാ ഭൂതങ്ങളെയും തന്നിലറിയാം. ഇത് ഭൂതലത്തിൽ ഘടം വെച്ചതുപോലെ സകല ഭൂതങ്ങളെയും ആത്മാവിൽ തന്നിൽ വെച്ചതല്ല. മനസ്സിലാവുന്നുണ്ടോ? ഭൂതങ്ങൾ ഇവിടെ എണ്ണുന്നതേ മായ മുതൽ, അതായത് ബ്രഹ്മഭിലക്ഷണമായിരിക്കുന്ന സകല വസ്തുക്കൾ ഇവിടെ ഭൂതങ്ങളാ. അസ്ഥിബുദ്ധിക്ക് വിഷയമായിരിക്കുന്ന എല്ലാ വസ്തുവും ഇവിടെ ഭൂതങ്ങളാണ്. അല്ല ജീവന്മാർ എന്നുള്ള അർത്ഥത്തിലോ അല്ലെങ്കിൽ മരങ്ങളോ ഘടങ്ങളോ അല്ല, എല്ലാ വസ്തുക്കളും. ആദ്യത്തെ വസ്തു ഏതാ? ബ്രഹ്മഭിന്നം ആയല്ലേ? മായ. ആദ്യത്തെ ബ്രഹ്മഭിന്ന വസ്തുവാണ് മായ, അനാദിയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ്. അടുത്ത എന്തായിരിക്കും സെറ്റപ്പ്? ഹിരണ്യഗർഭൻ, വിരാട്, ഇങ്ങനെ വരികയല്ലേ. ഇവിടെയുള്ള പുൽക്കൊടി വരെയുള്ള വസ്തുക്കൾ ആത്മാവിൽ നിന്ന് ഭിന്നമാണോ? അല്ല. അല്ല. എന്നാൽ ആത്മാവ് തന്നെയാണോ? അതുമല്ല. അതുമല്ല. എന്നാൽ ചില സ്ഥലത്ത് നിങ്ങൾക്ക് കാണാം അധിഷ്ഠാന രൂപത്തിൽ ഇവയെല്ലാം ഉള്ളതാണ്. ഇതിന്റെ അർത്ഥം പേടിച്ചു പോരുത്. അധിഷ്ഠാന രൂപത്തിൽ ഉണ്ടെങ്കിൽ അധ്യസ്ഥ രൂപത്തിൽ ഇല്ല എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന രൂപത്തിൽ ഇവയൊന്നുമില്ല. കാരണം വിവർത്ത രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ഈ കാര്യങ്ങളായിട്ട്. വിവർത്ത കാര്യങ്ങളായതുകൊണ്ട് വാസ്തവ കാര്യങ്ങളല്ല. അതാത്വികമായിരിക്കുന്ന അന്യഥാഭാവത്തെയാണ് വിവർത്തം എന്ന് പറയാ. മൃത്തിൽ ഒരു ഘടം ഉണ്ടാവുമ്പോൾ അത് മൃത്താണോ ഘടാണോ? വൃത്താണ്. കടം. രണ്ടുപേരും വന്നു. ഇവിടെ നിങ്ങൾ ചർച്ച ചെയ്യും. മൃത്തിൽ നിന്നൊരു ഘടം ഉണ്ടായപ്പോൾ അത് ഘടമാണോ മൃത്താണോ? മൃത്ത്. മൃത്ത് തന്നെ. മൃത്ത് ഘടായപ്പോൾ അവിടെ ഘടമില്ലേ? ഘടമുണ്ട്. പിന്നെ നിങ്ങൾ എന്തിനാ മൃത്താളെന്ന് പറഞ്ഞത്? നാമരൂപത്തിൽ ഘടവും അധിഷ്ഠാന രൂപത്തിൽ മൃത്തും. അപ്പൊ അറ്റ്ലീസ്റ്റ് ഇങ്ങനെ പറയണം, ഘടമുണ്ട് മൃത്തുണ്ട് എന്ന് പറയണം. ठीक है, കൂടിയാൽ ഇങ്ങനെ വരണം, അത് മൃത്തുണ്ട് അവിടെ ഘടമുണ്ട് അവിടെ എന്ന് പറയണം അല്ലേ? അതല്ലേ കുറച്ച് മാന്യമായിരിക്കുന്ന ശൈലി. പക്ഷെ ഇത്രയും മാന്യത ഒന്നും പറ്റൂല ഇവിടെ. ഇപ്പോൾ വേദാന്തികൾ ഇത്രയും മാന്യന്മാരല്ല. ഇവരെന്ത് ചെയ്യും? പറയുന്നത് ഘടവും മൃത്തുവും രണ്ട് വസ്തുക്കളായിരുന്നു എങ്കിൽ, ഇപ്പം ഘടവും ഒരു പടവും ഭിന്ന വസ്തുക്കളാണോ? അതെ. അപ്പൊ ഘടത്തെ ഉടച്ചു കളഞ്ഞാൽ പടം അവിടെ ഇരിക്കുകയോ? ഇരിക്കും. പടത്തെ കത്തിച്ചു കളഞ്ഞാൽ ഘടം അവിടെ ഇരിക്കുകയോ? ഇല്ല. ഘടം അവിടെ ഇരിക്കും. എന്തുകൊണ്ടാ? ഘടവും പടവും പരസ്പര ഭിന്ന വസ്തുക്കളാണ്. മൃത്തും ഘടവും പരസ്പര ഭിന്ന വസ്തുക്കളായിരുന്നു എങ്കിൽ നമ്മളെ 8 ഗ്രാം സ്വർണം അല്ലേ ഒരു പവൻ, ഇത് കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞ് ഇതിനെ കൊണ്ടൊരു ആഭരണം ഉണ്ടാക്കാൻ പറയും. ആഭരണം ഉണ്ടാക്കിയ ശേഷം അങ്ങനോട് പറയാണ്, ആഭരണം നിങ്ങൾ വെച്ചോ, അതിന്റെ പൈസയും തന്നേക്ക്, എന്റെ 8 ഗ്രാം സ്വർണം തിരിച്ചു തന്നേക്ക് എന്ന് പറഞ്ഞ കാര്യം നടക്കുമോ? നടക്കൂല. എന്തുകൊണ്ടാ? സ്വർണത്തിൽ നിന്നാണ് ആഭരണം ഉണ്ടായത്. സ്വർണത്തിൽ നിന്ന് ആഭരണം ഉണ്ടായിക്കോട്ടെ. അപ്പൊ സ്വർണത്തിൽ നിന്ന് ആഭരണം ഉണ്ടായപ്പോൾ ആഭരണം വേറെ സ്വർണം വേറെ. അല്ല, സ്വർണത്തിൽ അഭിഷ്ടമാണ് ഈ ആഭരണം. ആഭരണം ഈ സ്വർണത്തിൽ അഭിഷ്ടമാണ്. സ്വർണം തന്നെയാണ് ആഭരണം. സ്വർണം തന്നെയാണ് ആഭരണം എന്നുള്ളത് കൊണ്ടാണ് അങ്ങേര് പൈസ തിരിച്ചു തരാത്തത്. അതെ. ഇനി ഘടവും പടവും ഭിന്നമായപ്പോൾ പടം കത്തിച്ചു കഴിഞ്ഞപ്പോൾ ഘടം നിലനിന്നു അല്ലേ? ഇതേപോലെ ഘടവും മൃത്തും ഭിന്നമായിരുന്നു എങ്കിൽ മൃത്ത് ഉടച്ചാലും ഘടം അവിടെ നിൽക്കേണ്ടിയിരുന്നു. മനസ്സിലായോ? അതായത് മൃത്ത് കൂട്ടിച്ചേർത്തിട്ട് മണ്ണ് നെല്ലും കൂടി ആ ക്ലേ, എല്ലാ മണ്ണും ഇല്ലല്ലോ, ക്ലേ എന്നതിൽ നിന്ന് നമ്മള് ഘടം ഉണ്ടാക്കുന്ന സമയത്ത് ഇതേ സിംഗിൾ മോൾഡഡ് ഉണ്ട്. ഘടം ഉണ്ടാക്കുന്ന സമയത്ത് 2 or 3 ഘട്ടമുള്ള ഘടമുണ്ട്. കൂജ ഉണ്ടല്ലോ, അതിന് ചിലതിന് 2 ഘട്ടമാണ്, ചിലതിന് 3 പീസ് ഉണ്ട്. അപ്പം 2 ഉം 3 പീസ് കൂട്ടിച്ചേർത്ത് വെച്ചിട്ടാണ് ഒരു ഘടം ഉണ്ടാക്കുന്നത് അല്ലേ? അതെ. അന്നപ്പോൾ അതിന്റെ ആ അവയവുണ്ടല്ലോ, അപ്പ് ആൻഡ് ഡൗൺ ആയിരിക്കുന്ന ലോവർ അപ്പർ പാർട്ടില് അതങ്ങ് ഉടച്ചു കളയാ. അതിൽ നിന്നുണ്ടായിരിക്കുന്ന ഘടം അവിടെ നിന്നോട്ട് എന്താ തകരാറ്? നടക്കൂല. അതിനെ ഘടമാണെന്ന് പറയില്ല പൂർണ്ണമായിട്ടുള്ള. ഇതിന്റെ സത്യം എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണത്തിൽ നിന്ന് ഭിന്നമാണ് കാര്യമെങ്കിൽ കാരണം നഷ്ടപ്പെടുത്തിയാലും കാര്യം അവിടെ ഉണ്ടാവണം. ഏതുപോലെ? ഘടത്തിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന പടം നഷ്ടപ്പെട്ടപ്പോഴും ഘടം നിലനിന്നതുപോലെ ഘടത്തിൽ നിന്ന് ഭിന്നമാണ് മൃത്തെങ്കിൽ, അഥവാ മൃത്തിൽ നിന്ന് ഭിന്നമാണ് ഘടമെങ്കിൽ, ഈ മൃത്ത് നഷ്ടപ്പെട്ടാലും ഘടം അവിടെ നിലനിൽക്കേണ്ടിയിരുന്നു.
പക്ഷെ മൃത്ത് നഷ്ടപ്പെട്ടിട്ട് ഘടത്തിന് അങ്ങനെ നിലനിൽക്കാൻ പറ്റത്തില്ല. കാരണം ഘടം എന്നുള്ളത് മൃത്ത് മാത്രമായിരുന്നു. അപ്പോൾ ഘടം എന്ന് നിങ്ങൾ എന്തിനാ വ്യവഹരിച്ചത്? ഘടം എന്ന് ഞങ്ങൾ വ്യവഹരിച്ചത് കേവലം നാമത്തെയും രൂപത്തെയും മാത്രമാണ്. അതുകൊണ്ടാണ് വാചാരംഭണം വികാരോ നാമധേയം. വാക്കിന് ആലംബനം, ആരംഭണം എന്ന് പറഞ്ഞ ആലംബനം എന്നർത്ഥം. വാക്കിന് ആലംബനമായിരിക്കുന്നത്, ഘടഹ എന്നുള്ള വാക്കിന്, പദത്തിന് ആലംബനമായിരിക്കുന്നത് കേവലം നാമോരൂപം മാത്രമാണ്. അല്ല, നാമോരൂപമല്ലേ വസ്തു? അല്ല, നാമത്തിൽ നിന്ന് രൂപത്തിൽ നിന്ന് ഭിന്നമായിട്ട് മൃത്ത് എന്നൊരു സാധനം ഉണ്ടായിരുന്നു അവിടെ. അതായത് ഘടഹ എന്നുള്ള നാമത്തിനും ഘടഹ എന്നുള്ള രൂപത്തിൽ നിന്നും വിലക്ഷണമായിരിക്കുന്ന ഒരു മൃത്ത് അവിടെ ഉണ്ടായിരുന്നു. ആ മൃത്ത് കുറച്ചു നേരം ഒന്ന് രൂപം മാറ്റി ഘടാകാരത്തിൽ നിന്നതാണ്. അതുകൊണ്ടാണ് ഇതിന് ആകാരം കിട്ടിയത്. മൃത്തിന്റെ ആകാരം വേറെയാണ്, ഘടത്തിന്റെ ആകാരം വേറെയാണ്. ആ ആകാരം അങ്ങനെയായപ്പോൾ നമ്മൾ ഇതിനെ ഘടഹ എന്ന് വിളിച്ചു. അതിനൊരു ആകാരമുണ്ട്, രൂപമുണ്ട്. ആ നാമവും രൂപവും മാത്രമേ ആ സമയത്ത് നിലനിർത്തിയിട്ടുള്ളൂ. ആ നാമവും രൂപവും, ഘടഹ എന്നുള്ള രൂപവും ഘടഹ എന്നുള്ള നാമവും നിങ്ങൾ ഉപയോഗിച്ച് ശരിക്കും മണ്ണില കിട്ടുന്നുണ്ടോ? മണ്ണിനെയാണ് നിങ്ങൾ ഘടം എന്ന് വിളിച്ചത്. കാരണം മണ്ണ് വേറൊരു ആകാരത്തിൽ നിന്നപ്പോൾ ആ ആകാരത്തെ നിങ്ങൾ ഘടം എന്ന് വിളിച്ചതാണ്. ആകാരം മണ്ണിൽ കൽപ്പിതമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെ വിളിച്ച് ഘടഹ എന്നുള്ള നാമവും മണ്ണിൽ കൽപ്പിതമായിരുന്നു. ടീക്കേ. തദനിണത്വം ആരംഭണ ശബ്ദാദിഭ്യ എന്നുള്ള ഒരു സൂത്രവും കൊണ്ട് കുറച്ച് ഹിമാലയൻ വാസികള് നാട് നിറച്ചും കറങ്ങിയിരുന്നു. അവർക്ക് പോലും അറിയത്തില്ല തദനിണത്വം ആരംഭണ ശബ്ദാദിഹ ശബ്ദത്തിന്റെ അർത്ഥം എന്താ. സൂത്രമാണ്. ഇവിടെ നിന്നാണ് ഇതിന്റെ തുടക്കം. ടീക്കേ. കാര്യസ്യ കാരണ അനന്യത്വം. കാര്യം എന്നുള്ളത് കാരണത്തിൽ നിന്ന് അന്യമല്ല, ഭിന്നമല്ല എന്ന് കരുതിയിട്ട് കാര്യം കാരണ സ്വരൂപമല്ല. അന്യമല്ലെന്ന് സൂത്രത്തിലുള്ളൂ. അത് മാത്രം കൊണ്ട് സൂത്രാന്യം നടക്കത്തില്ല. തദനന്യത്വം ആരംഭണ ശബ്ദാദ്യ. ആരംഭണ ശബ്ദം എവിടെയുള്ളതാ? ചാന്തോക്യത്തിലുള്ളത്. ടീക്കേ. വാചാരംഭണം വികാരവും നാമധേയം വൃത്തിഗത്യവ സത്യം. അതാണ് ഇതിന് സൂത്രത്തിന്റെ അവലംബനമായിരിക്കുന്ന ശ്രുതി. അത് വെച്ചിട്ട് വേണം നമ്മൾക്ക് കാര്യകാരണങ്ങളുടെ സിദ്ധി നടത്താൻ. അപ്പൊ സിദ്ധാന്തി പറയുന്നത് കാര്യം എന്നുള്ളത് കാരണത്തിൽ നിന്ന് ഭിന്നമല്ല എന്ന് കരുതിയിട്ട് അഭിന്നമാണോ, കാരണ സ്വരൂപം തന്നെയാണോ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അതുമല്ല. മനസ്സിലായോ? പിന്നെയോ ഈ കാരണത്തിൽ കാര്യം കൽപ്പിതം മാത്രമാണ്. കൽപ്പിതമായതുകൊണ്ട് കൽപ്പിത വസ്തുക്കൾക്ക് സ്വന്തം അസ്തിത്വമില്ല. പിന്നെയോ അധിഷ്ഠാനത്തിന്റെ അസ്തിത്വം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അധിഷ്ഠാന രൂപേണ അധ്യസ്ഥ വസ്തുക്കളൊക്കെ സത്താണെന്ന് പറയുന്നത്. ഞാൻ ഇത്രേ പറയുന്നെങ്കിലും ഈ വാക്യം നിങ്ങൾക്കിനി മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് ചെറുങ്ങനെ മനസ്സിലായിട്ടുണ്ട്. ഇതിനൊന്നും മനസ്സിലായെന്ന് പറയത്തില്ല. എത്രയോ വർഷം ഇതിന്റെ വേരിയേഷൻ കുറെ കേൾക്കാനുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട മുഖ്യമന്ത്രവും എല്ലാം വന്ന് ചില്ലറ വർഷങ്ങൾക്ക് ശേഷം പിടികിട്ടിയാൽ നല്ലതാണ്. പിടികിട്ടിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പിടികിട്ടിയാൽ കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? പിന്നെ ജന്മം ഉണ്ടാവാതെ പോകും. പിന്നെ നമുക്കത് കേൾക്കാൻ പറ്റത്തില്ല, ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. ഓക്കെ, പാസ് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. ഇനിയും വരാം, ഇനിയും പഠിക്കാം. ഇനിയും വരാൻ ഉദ്ദേശമുള്ളവർക്കല്ലേ സ്വാമിജി? ഉദ്ദേശക്കാട് നമ്മളെ കയ്യിലല്ലല്ലോ. അല്ല, ഇത് അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്യാലോ. ട്രൈ നല്ലതാ. ട്രൈ ആണ്. അതായത് നമ്മൾ സ്ഥിരമായിട്ട് ഇതിന്റെ ശ്രവണം സ്ഥിരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ കേട്ട് എപ്പോഴെങ്കിലൊക്കെ ആയിരിക്കും അവരുദ്ദേശിച്ച കാര്യം നമുക്ക് മനസ്സിലാത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ പോലും പറയാനുള്ളത് കാര്യം കഴിഞ്ഞു. പക്ഷെ അതിന് ചെറിയൊരു ആശയം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതിന്റെ പല വശത്തു നിന്നുള്ള പ്രശ്നമുണ്ട് ഇതിന്റെ ഉള്ളില്. ഇത് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്? സത്കാര്യം എന്നുള്ളത് സത്തായിരിക്കുന്ന ബ്രഹ്മമാണോ കാര്യം? ബ്രഹ്മമാണോ കാരണമായിട്ടിരിക്കുന്നത്? അതിന്റെ കാര്യമാണോ ജഗത്ത്? അഥവാ പൂർവ്വത്തിലെ ഈ വസ്തുക്കളൊക്കെ അവ്യാകൃത നാമരൂപത്തിൽ ഇരിക്കുന്നത് കൊണ്ട് അതിനെയാണോ സത്തെന്ന് പറഞ്ഞത്? അങ്ങനെ എവിടെയൊക്കെ പ്രശ്നം ഉണ്ടാക്കാനുണ്ട്? ഇതിന് രണ്ടും ശരിയാണ്. മനസ്സിലാക്കല്ലേ ലെവലനുസരിച്ച് മാറ്റിക്കൊണ്ടേയിരിക്കും. ഒരു സ്റ്റാൻഡ് മാറ്റിക്കൊണ്ടേയിരിക്കും. നിങ്ങളോട് പറയൊന്നുമില്ല ഞാൻ സ്റ്റാൻഡ് മാറ്റുകയാണെന്നുള്ളത്. അവരുടെ പങ്ക്തി മാറിപ്പോകും. മനസ്സിലായോ? അപ്പൊ പറഞ്ഞു കൊടുക്കുന്ന ആള് ഇതിനെ ഏത് ലെവലിലാണെന്നുള്ളത് പറഞ്ഞു കൊടുത്ത് കൊണ്ടുപോകണം. അതുകൊണ്ടാണ് ഈ ബുക്കൊന്നും സ്വന്തം നിലയ്ക്ക് വായിച്ചിട്ട് ഒരാൾക്കും നടക്കാൻ പറ്റില്ല, ഒന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. യസ്തു ആരാണോ സർവാണി ഭൂതാനി ആത്മന്നേവ അനുപശ്യതി. ആചാര്യോപദേശാനന്തരം മനസ്സിലാക്കുകയാണ് സകല ഭൂതങ്ങളും എന്നിൽ നിന്ന് ഭിന്നമല്ല. അതുകൊണ്ട് എന്നിൽ തന്നെയാണെന്ന് പറഞ്ഞാല് ഞാൻ തന്നെയാണ് ഇവ എന്നാണ്. കാരണം ഈ വസ്തുക്കളൊക്കെ
ഘടം മനസ്സിലാക്കുക, മൃത്ത് മനസ്സിലാക്കുകയാണ് സകല ഘടങ്ങളും ഞാനാണെന്ന്. ദൃഷ്ടാന്തം പറയാട്ടോ ഞാൻ, അത് വേർഡ്സ്. ഇതേപോലെയാണ് അധിഷ്ഠാനമായിരിക്കുന്ന ഞാൻ മനസ്സിലാക്കുകയാണ് അധ്യസ്ഥങ്ങളായിരിക്കുന്ന ജഗത്ത് മൊത്തം ഞാനാണെന്ന്. അതിന്റെ അർത്ഥം എന്താ? ഇതെല്ലാം എന്നിൽ കൽപ്പിതമാണെന്നേ അർത്ഥമുള്ളൂ. ഇനി തലതിരിച്ചിടാൻ പോവുകയാണ്. സർവഭൂതേഷു ചാത്മാനം, സകല ഭൂതങ്ങളിലും, അതായത് ആത്മാവിന്റെ ബ്രഹ്മത്തിന്റെ വിവർത്തമായിരിക്കുന്ന ഈ സകല ജഗത്തിലും മായ മുതൽക്കുള്ള ചെറിയ പുൽക്കൊടി വരെയുള്ള വസ്തുക്കളിലും ആത്മാനം അനുപസ്ഥിതി, തന്നെയും കാണുകയാണ്. അതായത് പരസ്പര താതാത്മ്യം പറഞ്ഞു കളയാണ്. കാര്യങ്ങൾക്ക് കാരണമായിട്ട് മാത്രമല്ല താതാത്മ്യം, കാരണത്തിന് കാര്യമായിട്ടും താതാത്മ്യമുണ്ട്. ഒന്ന്, അങ്ങനെയും പറയാം. രണ്ടാമത്തത്, അധ്യസ്ഥ വസ്തുക്കൾ ഈ വസ്തുക്കളൊക്കെ തന്നിൽ അധ്യസ്ഥമാണ് എന്ന് കാണിക്കാനാണ് സകല ഭൂതങ്ങളും തന്നിലുണ്ടെന്ന് പറഞ്ഞത്. ഇനി എന്താ സർവഭൂതേഷു ചാത്മാനം എന്ന് പറഞ്ഞത്? ഈ വസ്തുക്കളൊക്കെ എന്നിൽ നിന്ന് മായികമായിട്ട് ഉത്പന്നമായതാണ്. അതുകൊണ്ട് എന്റെ കാര്യമായതുകൊണ്ട് കാരണമായിരിക്കുന്ന ഞാൻ സകല കാര്യങ്ങളിലും അനുസ്യൂതനായിട്ടിരിക്കും എന്ന് കാണിക്കാനാണ് സർവഭൂതേഷു ചാത്മാനം എന്ന് പറയുന്നത്. സകല ഭൂതങ്ങളിലും തന്നെയും കാണുക. അതെങ്ങനെയാ? സകല ഘടങ്ങളിലും മൃത്തിനെ കാണാൻ പറ്റുമോ? പറ്റും. സകല ഘടത്തെയും മൃത്തിൽ കാണാൻ പറ്റുമോ? പറ്റും. അതെങ്ങനെ? മൃത്താണ് ഘടം എന്ന് അറിയുമ്പോഴാണ് സകല ഘടത്തെയും മൃത്തിൽ കാണുന്നത്. സകല ഘടത്തിലും മൃത്തിനെ കാണുന്ന എങ്ങനെയാ? മൃത്താണ് കാരണം ഘടത്തിൻ്റെത് എന്നുള്ളത് കൊണ്ട് ഘടത്തിന്റെ സ്വഭാവം മൃത്താണെന്നുള്ള അറിവാണ് ഘടത്തിൽ മൃത്തിനെ കാണുക എന്നുള്ളത്. പിടികിട്ടിയോ? ഈ ദൃഷ്ടാന്തം പിടികിട്ടിയോ? ഇതേപോലെ ഇനി ദാഷ്ടാന്ത്യത്തിലേക്ക് വന്നോ. സകല ഭൂതങ്ങളെയും തന്നിൽ കാണുക എന്ന് പറഞ്ഞാല് തന്നിൽ അധ്യസ്ഥമാണ് ഈ വസ്തുക്കൾ എന്നർത്ഥം. സകല ഭൂതങ്ങളിലും തന്നെ കാണുക എന്ന് പറഞ്ഞാല് തന്റെ വിവർത്ത കാര്യങ്ങളാണ് ഈ വസ്തുക്കൾ എന്നർത്ഥം. അതുകൊണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ, വിവർത്തമായിരിക്കുന്ന കാര്യവും വാസ്തവത്തിൽ ഇരിക്കത്തില്ല. അവയാണെങ്കിൽ എന്നിൽ വാസ്തവത്തിൽ നിലനിൽക്കുന്നുമില്ല. ഉണ്ടെങ്കിൽ അത് ആധ്യാസികമായിട്ട് മാത്രം. എന്റെ കാരണത്വവും ആധ്യാസികം, ഇവയിലെ കാര്യത്വവും ആധ്യാസികം. ഇവയിൽ കാര്യത്വം വന്നെങ്കിൽ മാത്രമേ എന്നിൽ കാരണത്വം കിട്ടത്തുള്ളൂ. ഇവയിൽ കാര്യത്വം ഇല്ലെങ്കിൽ ഞാൻ കാരണവുമല്ല, പിന്നെയോ ഞാൻ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവനാണ്. ഇത് മനസ്സിലാക്കിപ്പിക്കാനാണ് ഈ കാര്യം പറഞ്ഞു വന്നത്. അതായത് ഞാനായിരിക്കുന്ന പരമാത്മാ ജഗത് രഹിതനായിരിക്കുന്ന നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവനാണ്. കാരണം ഈ ജഗത്തിന് എന്നിൽ അധിഷ്ഠാന അധ്യസ്ഥ ഭാവമുണ്ട്. അതുകൊണ്ട് ഈ ജഗത്തില്ലാത്തത് ഞാൻ വാസ്തവമുള്ളതുമാണ്. ഈ ചിന്തിക്കുന്ന ഞാൻ പോലും ജഗത്തിന്റെ ഭാഗമായതുകൊണ്ട് അവാസ്തവ വസ്തുവാണ്. പക്ഷെ ചിന്തിക്കുന്നതിലെ ചേതനാംശം മാത്രമായിരിക്കും അധിഷ്ഠാനമായിട്ടിരിക്കുക. അവനെ അറിയാനാണ് ഈ ശബ്ദങ്ങൾ മൊത്തം കൊണ്ടുപോകുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ഒരു സെഷൻ പലവട്ടം കേട്ട് പഠിക്കും. നിങ്ങൾക്ക് തദനന്യത്വവും എല്ലാ ഭാഗവും ഇതിലൂടെ ഫണ്ടമെന്റൽ തിയറീസ് കിട്ടും. ഫണ്ടമെന്റൽ മാത്രമല്ല കേട്ടോ, ഇത് ടോപ്പ് ഓർഡറിലേക്ക് കയറി കഴിഞ്ഞ ഒറ്റ വിഷയത്തിലൂടെ നിങ്ങൾ നിൽക്കട്ടോ, നിങ്ങൾക്ക് കൊള്ളാം. അപ്പൊ നമുക്കിനി മന്ത്രത്തിലേക്ക് നോക്കണം കേട്ടോ. ഇതാണ് ചെറിയൊരു മന്ത്രമാണെങ്കിലും ഈ മന്ത്രത്തിന് മറ്റ് പല മന്ത്രങ്ങളുമായിട്ട് ബന്ധമുള്ളതും നിങ്ങളെ മൊത്തം വേദാന്തത്തിന്റെ ഒരു സെഷൻ ഇവിടെ കയറി കിടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഭാഷ്യം കണ്ടോ. യഹ ആരാ? പരിവ്രാട്ട്. പരിവ്രാട്ട് ആരാ? സർവം പരിത്യക്ത്വ വ്രജതീതി പരിവ്രാട്ട്, സന്യാസി, ജ്ഞാനി എന്നർത്ഥം. ഇപ്പോഴും നോക്ക്. പേന തെക്തനിയുക്തം ത്യാഗവന്തമേ വെച്ചപ്ന പരാമർശതി അഭിപ്രായണ വ്യാജേഷ്ടേ യ പരിവ്രാട്ട് മുമുക്ഷുതി. അവിടെ ഉകാരമില്ലേ? ടിപ്പണി 1 അവസാനം കൊടുത്ത് നിൽക്കുന്നത് യ പരിവ്രാട്ട് മുമുക്ഷു എന്നാ. അതിന്റെ ഉകാരം ഉള്ളത് കൊണ്ട് ഇവിടെയും മുമുക്ഷഹ എന്നല്ല മുമുക്ഷുഹു എന്നാ വേണ്ടത്. പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണത്. യഹ ആരാണോ പരിവ്രാട് സന്യാസിയായിരിക്കുന്ന മുമുക്ഷു, മോക്തും ഇച്ഛുഹു മുമുക്ഷുഹു. മുമുക്ഷ എന്നുള്ളത് എവിടെയുള്ളതാ? അധികാരിയുടെ വിശേഷണമായിരുന്നു, ഓർമ്മയുണ്ടോ? മുമുക്ഷുത്വം, മുമുക്ഷുഹു എന്ത് ചെയ്തു? സർവാണി ഭൂതാനി. ഇനി മന്ത്രവ്യാഖ്യാനം വരികയാണ്. ഭൂതാനി അല്ലേ? ഏത് ഭൂതങ്ങൾ? സർവാണി ഭൂതാനി. സകല ഭൂതങ്ങളുടെയും തുടക്കം എവിടുന്ന? അവ്യക്താദീനി. അവ്യക്തം എന്നുള്ള മായ ആദിയിലിരിക്കുന്നത് ഏതിന്റെ ഒക്കെയാണോ അതിനെയാണ് നമ്മൾ അവ്യക്താദീനി എന്ന് പറഞ്ഞത്. ഇതിന്റെ 2ാം നമ്പർ ടിപ്പണി കാണു. ഭവന്തി സത്വന പ്രതിയന്തെ ഇതി ഭൂതാനി. ഭൂതശബ്ദത്തിന് അർത്ഥം ചെയ്തിരിക്കുകയാണ് ഭവന്തി, ഭവതി ഇതി ഭൂതഃ, ഭൂതം, ഭവന്തി ഇതി ഭൂതാനി. ഭവതി അതിനർത്ഥം എന്താ? പ്രതീയതേ. ഇത് ബഹുവചനം ചെയ്യുന്നുള്ളൂ, ഞാൻ ഏകവചനത്തിൽ ആദ്യം പറയത്. സത്വന പ്രതീയതേ, ഉണ്ട് എന്നുള്ള ബുദ്ധിക്ക് വിഷയമാവുന്ന വസ്തു ഏതാണോ അതാണ് ഭൂതം. ആ ഭൂതങ്ങളെ എന്ന് പറയുന്ന അർത്ഥം ഉണ്ട് എന്ന് ജ്ഞാനത്തിന് വിഷയമായിരിക്കുന്ന ഏതൊരു വസ്തുക്കളുണ്ടോ അവയൊക്കെ നമുക്ക് ഭൂതങ്ങൾ എന്ന് പറയാം. ഈ ഒരു വ്യുത്പത്തി അഭിപ്രേത്യ, ഇങ്ങനെയൊരു ശബ്ദ നിർണയത്തെ അഭിപ്രായപ്പെട്ടും കൊണ്ട്
ഭൂതപദം വ്യാജഷ്ടേ. മന്ത്രത്തിലെ ഭൂതാനി എന്നുള്ള സ്ഥലത്തെ ഭൂതപദത്തെ വ്യാഖ്യാനിക്കുകയാണ് ഭാഷ്യക്കാരൻ. അവ്യക്താദീനി, ഇനി ഭാഷ്യമാണ് അവ്യക്താദീനി സ്ഥാവരാന്താനി. അവ്യക്തം ആദിയിലുള്ള യാതൊരു ഭൂതങ്ങളുടേതാണോ ആ ഭൂതങ്ങളാണ് അവ്യക്താദീനി. സ്ഥാവരം എന്നുള്ള ഇവിടെ കാണുന്ന കല്ല്, മണ്ണ്, ചെറിയ വസ്തുക്കളുണ്ടല്ലോ, ടീക്കേ, അവ സ്ഥാവര അന്തത്തിലിരിക്കുന്നത് യാതൊരു ഭൂതങ്ങളുടേതാണോ ആ ഭൂതങ്ങളെയാണ് എന്ത് പറഞ്ഞത്? സ്ഥാവരാന്താനി. അപ്പോൾ ഈ ഭൂതങ്ങളുടെ തുടക്കം എവിടുന്ന? മായ. ഒടുക്കെവിടെയാ? സ്ഥാവരം. അങ്ങനെ ഇരിക്കുന്ന ഭൂതങ്ങളെ നമുക്ക് എന്ത് പറയാം? അവ്യക്താദീനി സ്ഥാവരാന്താനി എന്ന് പറയാം. അവ്യക്തം മുതൽ സ്ഥാവരം വരെയുള്ള ഭൂതങ്ങൾ. ഈ ഭൂതങ്ങളെ ദ്വിതീയ ബഹുവചനത്തിലാട്ടോ. ഭൂതം ഭൂതേ ഭൂതാനി, ഭൂതം ഭൂതേ ഭൂതാനി, പ്രഥമ ദ്വിതീയ ബഹുവചനത്തില് ഭൂതാനി തന്നെ വരിക. അപ്പൊ ഇവിടെ ദ്വിതീയ ബഹുവചനം എടുക്കും. ഭൂതാനി ആത്മന്യേവ അനുപശ്യതി. ആത്മനി തന്നിൽ തന്നെ. അനു എന്ന് പറഞ്ഞാല് പശ്ചാത്ത് എന്നർത്ഥം. പശ്ചാത്തിന് ഗുരു ഉപദേശാനന്തരം എന്നർത്ഥം. ഗുരുവാണ് ശിഷ്യന് ഉപദേശിച്ചു കൊടുക്കുന്നത്. നിന്നിൽ നിന്ന് വിലക്ഷണമായിട്ട് ജഗത്തില്ല. അവിടെ തദനിടത്വം ആരംഭണ ശബ്ദാദിഭ്യ എന്നുള്ളത് ഗുരു ഉപദേശിക്കുകയാണ്. ഏത് യോഗസൂത്രത്തിനനുസരിച്ച് വസ്തുക്കൾ ഭിന്നമായിട്ടിരിക്കത്തില്ല, നീ തന്നെയാണെന്ന് പറഞ്ഞാൽ അതങ്ങനെയല്ല. വസ്തുക്കൾ ഭിന്നമായിട്ടിരിക്കത്തില്ല, അഭിന്നമായിട്ടും ഇരിക്കത്തില്ല, കൽപ്പിതമാണ്, നീ മാത്രമേ ഉള്ളൂ, നിന്നിൽ കൽപ്പിതമാണിവ എന്ന് വരെ വളരെ ദൂരം വരെ പോയെങ്കിൽ മാത്രമേ തദനിടത്വം ആരംഭണ ശബ്ദാദിഭ്യ അന്വയിക്കാൻ പറ്റത്തുള്ളൂ. അതല്ലാതെ യോഗമാത്രം പഠിച്ച ആശ്രമത്തിൽ നിന്ന് കാലക്കേടുന്ന വേദാന്തം പഠിച്ചതിന്റെ പേരിൽ തദനിടത്വം ആരംഭണ ശബ്ദാദിഭ്യ നിങ്ങൾക്കനുസരിച്ച് അന്വയിക്കാനല്ലല്ലോ സൂത്രം എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഗുരു ഉപദേശാനന്തരം എന്ന് പറഞ്ഞത്. ആചാര്യോപദേശത്തിന് ശേഷം മനസ്സിലാക്കണം. അനുപശ്യതി എന്താണ് ഇതിന്റെ അർത്ഥം? ആത്മവ്യതിരിക്താനിന പശ്യതീത്യർത്ഥ. ഇപ്പൊ മനസ്സിലായോ? സകല ഭൂതങ്ങളെയും തന്നിൽ കാണുക എന്ന് പറഞ്ഞാല് താനാണ് സകല ഭൂതങ്ങൾ എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്ന് പറയുന്ന അർത്ഥം ആത്മാവിൽ നിന്ന് വ്യതിരിക്തമായിട്ട് ഭൂതങ്ങളെ കാണുന്നില്ല. ഈ ഭൂതങ്ങൾ എന്നിൽ നിന്ന് വിലക്ഷണമാണെന്ന് അറിയുന്നില്ല. അപ്പൊ അടുത്ത ചോദ്യം വരും, എന്നിൽ നിന്ന് വിലക്ഷണമല്ലെങ്കിൽ എന്റെ സ്വരൂപമാണ് ഭൂതങ്ങള്? അതെങ്ങനെ? ഞാനായിരിക്കുന്ന കാരണത്തിന്റെ വിവർത്തമായതുകൊണ്ട് വിവർത്ത കാര്യങ്ങളുടെ സ്വരൂപം കാരണമായതിനാൽ ഈ കാര്യങ്ങളൊക്കെ എന്റെ സ്വരൂപമാണ്. നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഞാൻ പങ്ക്തി മാറ്റി. ഇതാണ്ട് തൊന്തരവ് വരുന്നത്. ടീക്കെ, ഈ സെഷൻ ഞാനിത് മാറ്റാൻ കാരണം ശാസ്ത്രത്തിൽ ഇങ്ങനെ തന്നെയേ പറയത്തുള്ളൂ. ഞാൻ പറയുന്നവരെ പരമാവധി ഞാൻ ഡയലൂട്ട് ചെയ്യും, പക്ഷെ ശാസ്ത്രകാരന്മാരെ ഡയലൂട്ട് ചെയ്യത്തില്ല. അതെന്തുകൊണ്ടാ? അവര് പറഞ്ഞ രീതിയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ കുറെ കാലം പിടിക്കും നമുക്കത്. അപ്പം ഡയലൂട്ട് ചെയ്ത് ആദ്യമൊക്കെ കേൾപ്പിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അവർ പറഞ്ഞ കറക്റ്റാണ്. അവർ പറയുന്ന ആരുടെടുത്താ? ഒരു എലൈറ്റ് ക്ലബിലാണ് സംസാരിക്കുന്നത്, അല്ലാതെ ലോക്കൽ പീപ്പിളിന്റെ അടുത്ത് അല്ലത്. അതുകൊണ്ടും പ്രശ്നമുണ്ട്. എല്ലാ ശാസ്ത്ര ഗ്രന്ഥങ്ങൾക്കുള്ള പ്രശ്നമാണ്. ഇത് സാഹിത്യമൊന്നും അല്ലല്ലോ. സാഹിത്യത്തിന് തന്നെ എത്ര പ്രശ്നമുണ്ട്. ഇത് ബുദ്ധി കറക്കൽ ഇവന് മാത്രം പറഞ്ഞ പണിയാണ്. ഇതുമായിട്ട് നടന്നാൽ പിടികിട്ടും. അപ്പോൾ പോലും ഞാൻ പറഞ്ഞല്ലോ, തദനിടത്ത് ആരംഭണ ശബ്ദാദിഹം നമ്മുടെ സുഹൃത്തുക്കൾ കുറെ കാലം പാടി നടന്നത് മറ്റൊരു രീതിയിലായിരുന്നു. അവരിപ്പം തന്നെ ശരിയാക്കിയോന്ന് അറിയത്തില്ല. അവിടെ കാര്യകാരണ അനന്യത്വം പറഞ്ഞാൽ കാര്യത്തിന് അസ്തിത്വമേ ഇല്ല. കാര്യത്തിന് അസ്തിത്വമുള്ള ബുദ്ധിയുള്ളവർക്കാണ് ഉപാസനയിൽ അസ്തിത്വ ബുദ്ധി വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ ഉപാസന പ്രസംഗം ഉച്ചോട് മുടിക്കാനായിട്ട് ഇറങ്ങുന്നത്. ഉപാസന ചെയ്യുന്നതുകൊണ്ട് ദോഷമില്ല, നല്ലത് തന്നെയാണ്. വിശേഷ അനുഗ്രഹാശ്ച എന്നൊക്കെ ബ്രഹ്മസൂത്രമുണ്ട്. പക്ഷെ അപ്പോൾ മനസ്സിലാക്കണം, ഉപാസനയല്ല നിങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കുന്നത്. പ്രമാണമായിരിക്കുന്ന വൈദിക ശബ്ദങ്ങളാണ്. അത് ഉപാസന ചെയ്താലും ചെയ്തില്ലെങ്കിലും പൂർവ്വജന സുഹൃതം ഇവിടെ കാരണമായി മാറുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അല്ലാതെ ഇല്ല ഉപാസനയാണ്. ഇതൊക്കെ എന്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള പല സാധനവും ഉപാസനയിൽ കെട്ടിവെച്ച വേദാന്തമേ ഉള്ളൂ. ഉപാസനയിൽ നിന്ന് മാറ്റി വെച്ചിരിക്കുന്ന ശുദ്ധബ്രഹ്മ ബോധത്തിന്റെ കാര്യങ്ങൾ അവിടെ വളരെ കുറവാണ് കിട്ടും. നിങ്ങൾ അവരുടെ ടെക്സ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ശാങ്കര വേദാന്തം പോകുന്ന പോക്കും വിലക്ഷണമായിരിക്കുന്ന ഉപാസനയെ സൈഡ് പിടിച്ച് പോകുന്ന പോക്കും രണ്ടും രണ്ടാണ്. ആർക്കാണോ ഉപാസനയിലെ മഹത്വ ബുദ്ധി, അവന് ആരംഭണ ശബ്ദാദിഭ്യം എടുത്താൽ അവൻ പെടും. കാരണം ജഗത്തിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ പലതും നിഷേധിക്കപ്പെടൂലേ. നിഷേധിക്കാന്ന് പറയാന്നല്ലാതെ നിഷേധിക്കാന്ന് പറയുകയും അസ്തിത്വ ബുദ്ധി നിലനിർത്തുമ്പോഴാണ് നമുക്ക് ദ്വൈതകാണ്ഡത്തോട് പ്രാമുഖ്യം കൂടുന്നതും ഉപാസന ചെയ്യാൻ തോന്നുന്നതും. സിമ്പിൾ. അതുകൊണ്ട് തന്നെ ഒരാൾ വ്യക്തിയുടെ വ്യവഹാരം കണ്ട അറിയാൻ പറ്റും ഇതങ്ങോട്ട് കൊണ്ടുപോകാനുള്ള പരിപാടിയിലാണ്. അനുപശ്യതി അവ്യക്താദീനി വ്യതിരിക്താനിന പശ്യതി. ആത്മവ്യതിരിക്തമായിട്ട്, വ്യതിരിക്തം എന്ന് പറഞ്ഞാൽ ഭിന്നം,
ആത്മവിലക്ഷണമായിട്ട് ഭിന്നമായിട്ട് ഈ വസ്തുക്കളെ അറിയുന്നേ ഇല്ല. അല്ല, അത് ശരിയാണോ? നോക്ക്, ഇവിടെ ഇനി ചിന്തിക്ക്. ഇവിടെ ഭൂതങ്ങൾ ഉണ്ടായിട്ടും തന്നിൽ നിന്ന് വ്യതിരിക്തമായിട്ട് ഭൂതങ്ങളെ അവൻ അറിയുന്നില്ല എന്ന് പറഞ്ഞത് ശരിയാണോ? അവന്റെ ഗുരു അവനോട് ചതിയല്ലേ ചെയ്തത്? ഇവിടെ ഭൂതങ്ങൾ നിലനിൽക്കുമ്പോൾ ഗുരുവിന്റെ ഉപദേശം കൊണ്ട് ശിഷ്യൻ മനസ്സിലാക്കുന്നത് തന്നിൽ നിന്ന് വിലക്ഷണമായിട്ട് ഇവിടെ ഭൂതങ്ങൾ ഇല്ല എന്ന. ആത്മവ്യതിരിക്തന്നെ പശ്യതി എന്നാ പറഞ്ഞേ. അതങ്ങനെ ഉപദേശിക്കാൻ പാടുണ്ടോ? കാരണം ഇവിടെ ഭൂതങ്ങൾ ഉള്ളതല്ലേ. ഭൂതങ്ങൾ നിലനിൽക്കുമ്പോഴല്ലേ നമുക്ക് കല്ലിലല്ലേ പരമാത്മാ. മാല കെട്ടിയിട്ടാൽ എന്താണ് ചെടിയിലിരിക്കുന്ന ആ പൂ പറിച്ചിട്ട് കല്ലിൽ കെട്ടിയില്ലെങ്കിൽ മനസമാധാനമില്ലാത്ത ഹൃദയങ്ങൾക്ക് എങ്ങനെയാണ് സകല ഭൂതങ്ങൾ ആത്മാവായിട്ട് നിലനിൽക്കുക? ഈ പറഞ്ഞതിന്റെ പൊരുള് കൂടി കിട്ടിയോ കുട്ടികളെ? സത്യത്വ ബുദ്ധി ഉള്ളത് കൊണ്ടാണ്. അതായത് ചെടികൾക്ക് ജീവനുണ്ടോ? ഉണ്ട്. ചെടിയിൽ നിന്ന് ഒരു ഇല പറിക്കുന്ന നേരം അതിന് വേദനിക്കുകയോ? വേദനിക്കും. അത് ദേവതയ്ക്ക് വേണ്ടി പറിക്കുന്ന നേരം എക്സ്ക്യൂസ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഒരു ഉപദ്രവം ചെയ്തിട്ട് നിങ്ങൾ എന്ത് നേടാനാ പോയത്? ദേവത പറഞ്ഞിട്ടുണ്ടോ നിനക്ക് ചെയ്യാൻ? ഉണ്ട്. ദേവതയെ കൊണ്ട്, ദേവതയും അല്ല, കൃഷ്ണേട്ടനെ കൊണ്ട് പറഞ്ഞിപ്പിച്ചിട്ടുണ്ട്. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയ പ്രയച്ഛതി. യാഗത്തില് പശുഹിംസ ഉണ്ടോ? ഉണ്ട്. ഫലം സുഖമല്ലേ? മൃഗങ്ങളൊക്കെ വന്നിട്ട് ഇത്രയും സുഖം കിട്ടുമെങ്കിൽ ദുഃഖം കിട്ടാൻ വേറെന്തും പണിയുണ്ടോ? അപ്പോൾ ഈ സ്ഥലത്ത് ദുഃഖമുണ്ട്, സുഖമുണ്ട്. പ്രായശ്ചിത്തം ചെയ്തിട്ടില്ല എങ്കിൽ ദുഃഖം അനുഭവിക്കേണ്ടി വരും. സ പരികരഹ എന്ന് പഞ്ചശിഖ ആചാര്യൻ ഷഷ്ടിതന്ത്രത്തിൽ എഴുതി വെച്ചതിനെ നിങ്ങളുടെ യോഗസൂത്രത്തിലേക്ക് ഉദ്ധരിക്കുന്നുണ്ട്. ഇതിനെ അത് സാങ്ക്യത്തിൽ ഉദ്ധരിക്കുന്നുണ്ട് ഈ വാക്യത്തെ. സ്വൽപ്പം എന്താണ്? സ പരികരഹ സ്വൽപ്പം പ്രത്യവമർശ എന്ന് പറയും. സ്വർഗത്തില് സുഖം ഭോഗിക്കുന്ന നേരം ചെറിയ ദുഃഖവും ഭോഗിക്കേണ്ടി വരും. കാരണം ഇവിടെ ചെയ്തിരിക്കുന്നത് കൊലപാതകമാണ്. അതിന് പ്രായശ്ചിത്തം ചെയ്ത് നിവൃത്തി നടത്തണം. നിവൃത്തി നടത്തിയിട്ടില്ലെങ്കിൽ സ്വർഗം ഭോഗിക്കുമ്പോൾ ഇതും കൂടി ഭോഗിക്കണം. അന്നേരമാണ് അസുരന്മാര് വന്നിട്ട് കോൽ കുത്തിട്ട് താഴോട്ട് തള്ളിയിടുക. നിങ്ങൾക്ക് അശ്വാലംബം ഗവാലംബം. ഗവാലംബം എന്ന് പറഞ്ഞ അർത്ഥം ഗോവിനെ നാക്കും ഹൃദയവും വാപ്പയും ഒക്കെ എടുത്തിട്ട് നടത്തുന്ന യാഗമാണ്. അതിനാണ് ഗോവിൽ നിന്ന് വരുന്നുണ്ട് ഗവാലംബം. ഇത് ചെയ്യാൻ പാടില്ല കലികാലത്ത് എന്ന് പറഞ്ഞാൽ അതിന് മുന്നേ ചെയ്തുകൊണ്ടെന്നല്ല അർത്ഥം. ഒന്ന്. അതേപോലെ തന്നെ നിങ്ങൾക്ക് പൂർവ്വമീമാംസ ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാല് ഗോവിന്റെ തന്നെ ശബ്ദം കിട്ടും. അവിടെ ഗോ എന്ന് തന്നെ ശബ്ദമുണ്ട്. ഗോരോചനം പശുവിനെ കൊന്നിട്ടല്ലേ എടുക്കുന്നത്. അതെ, പിന്നെ കാളയെന്ന് ഗോരോചനം കിട്ടുമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് രണ്ടും ഗോ എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും രണ്ടിനെയും ഗോ എന്ന് വിളിക്കും കേട്ടോ. പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും വരുന്നുണ്ട്. മനുഷ്യന്മാരടക്കം നമ്മൾ ബലി കൊടുത്തിട്ടില്ലേ? ഞാനത് കണ്ടം നടത്തല്ല കേട്ടോ. നമ്മളെ തിങ്കിങ് പാറ്റേൺ നോക്ക്. നമ്മൾ മനുഷ്യന്മാരെ ബലി കൊടുത്തിട്ട് പറയുകയാണ് ദേവിക്ക് പ്രീതിയുണ്ട്. അത് വല്ലാത്തൊരു പ്രീതിയാണല്ലോ. ഇത് ആർക്കായിരുന്നു പ്രീതി? ഇപ്പോൾ നിയമം മൂലം അങ്ങോട്ട് നിരോധിച്ചപ്പോൾ പോയി ചെയ്യുന്നതാരാ? നിയമപരിപാലകന്മാരാണ്. അതാണ് ഇതിന്റെ രസം. നിയമം മൂലം ഇവിടെ കോഴിയെ പോലും വെട്ടാൻ പാടില്ല. പക്ഷേ പല ക്ഷേത്രത്തിന്റെയും പരിപാടി നടത്താൻ പോലീസുകാർ തന്നെ പോയിട്ട് കേരളത്തിൽ നടത്താറുണ്ട്. ഫോട്ടോ അടക്കം വന്നിട്ടുണ്ട് ഇതിന്റെയൊക്കെ. കാരണം അതവിടുത്തെ കാര്യങ്ങൾ നോക്കി നടത്താൻ പോലീസിന് പാടാം. പോലീസിന് വിശ്വാസം സ്റ്റേറ്റിലല്ല, പോലീസിന് വിശ്വാസവും ദേവതയില. എന്ത് ചെയ്യാന്? അങ്ങനെ ടീക്ക്. പിന്നെ രാമകൃഷ്ണദേവന്റെ കഥയില് പല സ്ഥലത്തും അവിടെ കാണാം. ദേവിയോട് പോയി ചോദിക്കും, ദേവിക്ക് കുരുതിയല്ലേ എവിടെ കൊടുക്കുന്നത്? അങ്ങനെ ഒരു ബുദ്ധിയുള്ള ആൾക്ക് ബ്രഹ്മജ്ഞാനം എവിടെ നിന്ന് ഉണ്ടാവുമെന്ന് സാമാന്യ ബോധമുള്ള ഓരോരുത്തരും മനസ്സിലാക്കില്ല. ഇത് അങ്ങനെ മനസ്സിലാക്കി വിശേഷ ബോധമൊക്കെ ആവശ്യമുണ്ടാവും. മനസ്സിലായോ? സർവഭൂതേഷുച്ച. അടുത്ത മന്ത്രത്തിന്റെ മൂന്നാമത്തെ പാദം പറയാണ് സർവഭൂതേഷുച്ച, സകല ഭൂതങ്ങളിലും, തേഷു ഏവ, ഈ പറയപ്പെട്ട ഭൂതങ്ങൾ ഉണ്ടല്ലോ ആ ഭൂതങ്ങളിൽ തന്നെ ആത്മാനം പശ്യതി. എന്താ ആത്മാനം എന്ന് പറഞ്ഞാൽ തേഷാമഭിഭൂതാനാം സ്വം ആത്മാനം ആത്മത്വേന പശ്യതിയായിട്ട് കൂട്ടിച്ചേർത്തത് വലിയ സെന്റൻസാ. ആ സകല ഭൂതങ്ങളുടെയും ആത്മാവായിട്ട് തന്റെ ആത്മാവിനെ അറിയാണ്. അതായത് സകല ഘടങ്ങളുടെ ആത്മാവാണ് ആര്? സകല ഘടങ്ങളുടെ ആത്മാവാരാ? മൃത്ത്. തെരയുള്ളതിന് അർത്ഥം
അല്ലാണ്ട് എന്ത് ആത്മാവ് ശബ്ദം കിട്ടിക്കഴിഞ്ഞാൽ പരമാത്മാവിന്റെ അടുത്ത് പോണ്ട, കുറെയൊക്കെ വേറെ വഴിക്ക് അരണക്രിയ ചെയ്യ്. ഘടത്തിന്റെ ആത്മാ മൃത്താണ്. ആത്മാവ് ഉദ്ദേശിച്ച അർത്ഥം സ്വരൂപം എന്നാ. സ്വരൂപം എന്ന് പറഞ്ഞ കാരണം എന്നാണ് അർത്ഥം. അവിടുന്നാണ് ഈ ദാഷ്ടാന്തിക സ്ഥലത്തേക്ക് പോകേണ്ടത്. സകല ജഗത്തിന്റെയും ആത്മാ ആരാ? ഞാനാ. ഇതാണ് ഈ പറയുന്നത് തേഷാമഭിഭൂതാനാം ആത്മത്വേന സ്വം ആത്മാനം പശ്യതിയും തരംതിരിച്ചിട്ട് അന്വയിക്ക്. സ്വം ആത്മാനം ആത്മത്വേന പശ്യതിയായിട്ട് അന്വയിക്കണം. അതിൽ നല്ലത് തേഷാമഭിഭൂതാനാം ആ ഭൂതങ്ങളുടെയും ആത്മത്വേന സ്വരൂപമായിട്ട് സ്വം ആത്മാനം പശ്യതി തന്റെ ആത്മാവിനെ കാണുകയാണ്. ഓക്കെ, സകല ഭൂതങ്ങളുടെയും ആത്മാവായിട്ട് ബ്രഹ്മത്തെ ഒന്നല്ല പോയി കാണുന്നത്, തന്നെ കാണുകയാണ്. അതുകൊണ്ട് എന്ത് പറ്റും? സകല ഭൂതങ്ങളും തന്നിൽ അധ്യസ്ഥമായിരിക്കും. ഇപ്പൊ രണ്ടും തിരിച്ചും മറിച്ചു കേട്ടോ. സകല ഭൂതങ്ങളിലും തന്നെയും കാണുന്നു, സകല ഭൂതങ്ങളെ തന്നിലും കാണുന്നു. ഇപ്രകാരം പരസ്പര അഭേദം പറഞ്ഞതുകൊണ്ട് ഒരു വസ്തു വാസ്തവവും മറ്റു വസ്തുക്കൾ കൽപ്പിതവുമാണ്. അതില് രണ്ട് വസ്തുവും കൽപ്പിതമായി കഴിഞ്ഞാൽ കൽപ്പനയെ നടക്കത്തില്ല. അതുകൊണ്ട് ഏതോ ഒരു വസ്തു വാസ്തവമാണ്. അതില് അധ്യസ്ഥം വാസ്തവമായി കഴിഞ്ഞാല് ആരോപം പോലും നടക്കത്തില്ല. അതുകൊണ്ട് ആരോപം നടക്കണമെങ്കിൽ ഏതോ ഒരു വസ്തു വാസ്തവമുണ്ട്, ആ അധിഷ്ഠാന വസ്തുവില് അന്യഭൂതങ്ങളെ കൽപ്പിച്ചത് മാത്രമാണ്. കൽപ്പിച്ചത് മാത്രമായതിനാല് അവയ്ക്ക് സത്ത ഇല്ല എന്നുള്ളത് കൊണ്ട് അവയുടെ എല്ലാറ്റിന്റെയും സത്തയാരാ? ഞാനാണ് എന്ന് പറഞ്ഞ അവയുടെ ആത്മാ ഞാനാകുന്നു. ബാക്കി നാളെ കാണാം. സ്വാമിജി, സകല ഭൂതത്തിലും തന്നെ സകല ഭൂതത്തിലും തന്നെ കാണണമെങ്കിൽ സകലതും എന്റെ അടിസ്ഥാനമായി മാറിയില്ല. സകലതും എന്റെ അടിസ്ഥാനമായി മാറിയില്ലേന്നോ? ഞാൻ എന്നുള്ളത് ഇതായി മാറുമല്ലോ. അല്ല, അങ്ങനെയല്ല. സകലതായിരിക്കും. സകലതും എന്റെ അടിസ്ഥാനമായതല്ല. സകല ഭൂതങ്ങളിലും എന്നെ കാണുക എന്ന് പറഞ്ഞാൽ കാര്യങ്ങളിൽ കാരണത്തെ അനുസ്യൂതമായിട്ട് കാണാൻ പറ്റും. ഞാൻ അവിടെ പറഞ്ഞല്ലേ, തലതിരിച്ച് ചിന്തിക്കാൻ പോയത് എന്തിനായിരുന്നു? അപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല എന്നല്ലേ എന്റെ അർത്ഥം? അപ്പൊ ക്ലാസ്സിൽ പറയുന്ന നല്ല വിഷയം, അതിന്റെ ഒരു കുരുട്ടാലോചിക്കുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ മാത്രമല്ല ഇത് പഠിപ്പിക്കുന്ന എല്ലാവരുടെ അടുത്തും എൻ്റെ അടുത്തും സ്വാമി തന്നെയാണ് കൊണ്ടുവരിക. കാരണം നമ്മൾ മലയാളികൾ തോന്നിച്ചിട്ടുണ്ട് നമുക്ക് എന്താ എക്സ്ട്രാ ബുദ്ധിയുണ്ട്, നമ്മളിത് ചെയ്ത് കളയും. ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് അച്ചുസ്വാമിയൊക്കെ പണ്ട് ഇത് കൊണ്ടുവരുന്ന സമയത്ത് അനനത്വം ആരംഭണ ശബ്ദാദി കൈ കിട്ടാത്തത്. ഓക്കെ, കൈ കിട്ടുന്ന പ്രശ്നമല്ലേ, ഇത് എത്രയോ വർഷം കഴിഞ്ഞാലേ പിടികിട്ടത്തില്ല എന്താ ഉദ്ദേശ സാധനം എന്നുള്ളത്. അതായത് മൃത്തില് ഘടത്തെ കാണുന്നത് പോലെ ഘടത്തിൽ മൃത്തിനെ കാണാൻ പറ്റില്ലേ? ഘടത്തിൽ മൃത്തിനെ കാണുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥവും മൃത്തിൽ ഘടത്തെ കാണുന്നതിന്റെ അർത്ഥം ഒന്നല്ല. നിങ്ങളിപ്പം ചെയ്തത് അതിന് സമാനമാണ്. ഘടത്തില് മൃത്തിനെ കാണുക എന്ന് പറഞ്ഞാല് മൃത്താണ് കാരണം, ഘടം ഇല്ല എന്നുള്ളത് കൊണ്ട് ഘടത്തെ മാത്രമേ ഘടം ഇല്ല എന്നുള്ളതിനാൽ മൃത്തിനെ മാത്രമേ കാണാൻ പാടുള്ളൂ. ഏതുപോലെ? ഈശാവാസ്യമിതം സർവം പോലെ. ഓക്കെ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവത്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി.